എല്ലാം യോഗം, അതായത് കർത്താവിന്റെ കാര്യം. ആ പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്നു പറഞ്ഞാട്ട്. പെണ്ണിന്റെ വീട്ടുകാരൻ ഒരു പാവപ്പെട്ട അപ്പനാ. അങ്ങനെ സ്ത്രീധനമൊന്നും ഞാൻ ചോദിക്കുന്നില്ല റഫേലേട്ടാ. എന്റെ ചെക്കന് ഏറുമാട് കടയിട്ട് ജീവിക്കാൻ 2500 രൂപ തരണം. പിന്നെ നാട്ടുകാർ കാണാൻ വേണ്ടി 5 ആവണവും. ജോശാമ്മ എന്ത് പറയുന്നു? എന്നാ പറയാനാ, നമ്മുടെ നോക്കാ കൊടുക്കുന്നേ, എല്ലാരും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോ ചെറുക്കന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? ഓ, അതൊക്കെ നമ്മൾ അന്നേ തീരുമാനിച്ചതല്ലേ. അതൊന്നും പോരാ, ഇത് കാരം ഒന്ന് വേറെയാ. പെണ്ണും ചെറുക്കനും തമ്മിലൊന്ന് കണ്ടോട്ടെ. ലീലാമ്മ ഇങ്ങോട്ട് വരാൻ പറ. മോള് തന്നെ അങ്ങോട്ട് കൊടുക്ക്. പുറത്തൊക്കെ വീണോ? സാരമില്ല, പെണ്ണിനെ ഒരിക്കലും മറക്കില്ല അല്ലയോ? കൊള്ളാമല്ലോടെ നിന്റെ പെണ്ണ് കാണല്ലേ. ചൂടുകാപ്പി മേത്ത് വീണതേ ചെറുക്കൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനങ്ങ് പേടിച്ചു പോയി ലളിതേ. ആട്ടെ, അത് ഞാൻ വല്ലതും വിചാരിക്കുമോ? ഏയ്, ഇതൊക്കെ സാധാരണമല്ലേ. പക്ഷേ ഇപ്പൊ കിട്ടിയ ചൂടിന് കെട്ടുകഴിഞ്ഞാൽ അയാൾ നിന്നെയും ശരിയായെന്ന് ഗവനിക്കും. പോടി, ചുമ്മാ കളിയാക്കാതെ. ആ, എന്നാ കല്യാണം? അടുത്ത മാസത്തിലാ. നാളെയാ പണം കൊട. സ്ത്രീധനം കൊടുക്കാൻ വസ്തു വിൽക്കാൻ പോണെന്ന് കേട്ടു. അതല്ലാതെ ഞങ്ങൾ പണം കെട്ടിവെച്ചിട്ടുണ്ടോ? ചെറുക്കൻ നല്ല സുന്ദരനാണെന്ന് തെക്കേലെ ചേട്ടത്തി പറഞ്ഞു കേട്ടു. നല്ല വെളുപ്പ് നിറമാ, കൊച്ചു മീശയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടോടി. നീ കൂടി വേണ്ടാത്ത പറയാതെ. ഇതാ പ്രമാണം. നിനക്ക് എന്താടി ഒരു വിഷമം? നമുക്ക് ആകെ ഉള്ളത് 30 സെന്റ്. അതിൽ പാതി വിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തു. അതും കണ്ണായ സ്ഥലവും. ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ശോശാമ്മ. ഈ നിൽക്കുന്ന കപ്പയും മാവും വരിക്കപ്ലാവും എല്ലാം അല്ലേ നമ്മുടെ പട്ടിണി തീർത്തുകൊണ്ടിരുന്നത്. എന്നാലും ഇതിൽ കൂടുതൽ ഒരാവശ്യം നമുക്കുണ്ടോ ശോശാമ്മ? മോളെ ലീനെ, അപ്പനൊന്ന് മുറുക്കാണെങ്കിൽ എടുത്തുകൊണ്ട് വാ. ഓ, അവിടെ കെട്ടിച്ചു വിട്ടാല് പിന്നെ ആര് നിങ്ങൾക്ക് മുറുക്കാൻ കൊണ്ടുതരും? അവിടെ കെട്ടിയവന്റെ വീട്ടിൽ പോയി അവിടെ മുറുക്കാൻ വാങ്ങിച്ചു തിന്നുകൊണ്ട് ഞാൻ പോകൂടി, അല്ലയോ മോളെ? തൊമ്മയാശാനെ, തൊമ്മയാശാനെ. അല്ല, ഇതാരാ? എന്താ വിശേഷം? അന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാനാ. മുതലാളി പറഞ്ഞിരിക്കുക, ഇവിടുന്ന് കുടി ഇറങ്ങി തന്നാൽ രൂപ 3000 തരാമെന്ന്. ഞാൻ ചാവല്ലവർ ഇവിടെ ഇറങ്ങത്തില്ല. എന്റെ അപ്പനപ്പന്മാര് കുടിയേറുന്ന കാപ്പോളമായി. പിന്നെ ആശാന്റെ ഇഷ്ടം. രൂപയെ 3000 കൈ കിട്ടുന്നതാ. അത് കിട്ടിയ ചെലവാക്കാനാണോ പാട്? പിന്നെ പ്രായം ചെന്നൊരു പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഈ വഴിനീള തേരാപ്പാര നടക്കണം. ആ മാനക്കേട് ആലോചിച്ചാടി. പട്ടിണി ആണെങ്കിലും ഈ കുടിലിൽ തന്നെ ചുരുളുകൂടി കടന്നുകളയാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ആ, ഇപ്പൊ ആലോചിച്ചാ മതി. വലിയ കൊടികെട്ടിയ നാടകക്കാരനായിരുന്നല്ലോ. വയസ്സുകാലത്ത് ഒരു കാശുണ്ടോ കയ്യിലെടുക്കാൻ? ആ, ഇപ്പൊ നാടകം പഠിപ്പിക്കാൻ പോലും ആരും എന്നെ ഒന്ന് വിളിക്കുന്നില്ല. വല്ലതും 5ഓ 10ഓ കിട്ടുമ്പോ നാളത്തേക്കെന്ന് കരുതിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആശാനെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ, ചെന്നാടെ. വായിക്കും വായിക്കും വായിക്കും. പട്ടിണി ഇടുന്ന് എഴുന്നേക്കാൻ ജീവനില്ല. എന്നാലും നാടകം നിത്യാന്റെ ഒരു കേരളീയ. അതാടി കലയുടെ ഒരു ശക്തി. ലക്ഷോപലക്ഷം ആളുകളെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരെ ഇന്ന് നാട്ടിന്റെ ഓരോ മൂലയിലും കണ്ണുനീരും പട്ടിണിയായിട്ട് കഴിഞ്ഞുകൂടുന്നു. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലാതായിപ്പോയത് എന്റെ കർത്താവ്. വായനശാലയുടെ നാടകമാ. പേരെ നീ ഒരു മനുഷ്യനാണോടാണ്. ഒന്നാമടി മോളെ, ഇത് നമ്മൾ നാട്ടുകാരോട് ചോദിക്കണ്ട. നന്ദിയില്ലാത്ത വർഗം. ആരാ നടക്കാൻ? സുപ്രസിദ്ധ നടൻ കൊച്ചുതൊമ്മിയാശാന്റെ മകൻ TP ലോസ്. ഡബിൾ വേഷം. എന്റെ മകൻ പൗലോസോ? അപ്പന്റെ മകനല്ലേ അവൻ, പിന്നെ എങ്ങനെ കോണം പിടിക്കും? അവന്റെ നാടകം ഞാൻ ഇന്ന് നിർത്തിയേക്കാം. ഒരു ജോലി കണ്ടുപിടിച്ച് ഈ വീട് പട്ടിണി ഞാൻ നോക്കണമെന്ന് വിചാരമുണ്ടോ? നീ നോക്കിക്കോ പറ്റും നാടകം. റിഹേഴ്സൽ പറയണം. എടി അഹങ്കാരി, എടി അഹങ്കാരി, നീയാണ് എന്നെയും
എടി അഹങ്കാരി, നീയാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചത്. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നല്ലതുപോലെ പറയണം. ആദ്യം പോലെ പറയണം. ശരി, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും. ഇത് ഞാൻ ആരാ ചോദിക്കാൻ? നിങ്ങൾ പേടിക്കാതിരിക്കണ്ടി മക്കളെ. എടി അഹങ്കാരി, നീയാണ് എന്നെ എന്റെ മക്കളെ നശിപ്പിച്ച്, നീയും നിന്റെ മക്കളും. എന്തായത്? ഇങ്ങനെ പേടിച്ചാണോ സംഭാഷണം പറയുന്നത്? ഡ്രസ് റിഹേഴ്സൽ നിങ്ങൾ പേടിച്ച പിന്നെ നാളെ നാടകത്തിന് എന്ത് ചെയ്യും? ഇത് ചാകാൻ പോകുന്ന സംഭാഷണം പറയുന്ന മതി. പറയണം. സംഭാഷണം എപ്പോഴും ശുദ്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഞാൻ പറയുന്നത് ഉറച്ചു പറഞ്ഞാട്ടെ. ഇനി അഹംഭാവി, നീയാണ് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. നിന്നെ ഞാൻ നല്ല ചുണയായിട്ട് കൊണ്ട് പറഞ്ഞിട്ടെ, കയ്യിൽ നിന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ടെ. പറയണം 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 പറയണം. അഹങ്കാരി, കണ്ണി ചുഴലാത്ത നിന്നെ ഞാൻ എടാ അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ വയസ്സിനകത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യടാ. എടാ ഞാൻ അടിക്കും, നീ പെണ്ണാണെന്ന് ഞാൻ അടിക്കാതിരിക്കുന്നില്ല. എടാ മോനേശ, എടാ അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ വയസ്സിനകത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യടാ. ഞാൻ കെട്ടിത്തരാം. മോള് പോയി കുറച്ച് കയറെടുത്തോണ്ടോ ചെല്ലേ. എന്റെ തലയിൽ കൂടെ അവിടെ നിൽക്കാതെ റോഡെ ആള് പോലെ കണ്ണുകാണ നിന്റെ ഞാൻ എടി മോളെ, ഈ ചട്ട ഊരാൻ വയ്യടി, ഒന്ന് സഹായിച്ചേ. ആനന്ദാടോ പെണ്ണുങ്ങൾ വിളിക്കുന്നിടത്ത് നോക്കുന്നത്? എനിക്ക് നാണമില്ലേ? പോടാ. എടാ പൗലോസേ, നിന്നോട് നിൽക്കാനാ ഞാൻ പറഞ്ഞത്. എടാ അവിടെ ചേട്ടത്തി ഏതാ മനസ്സിലായില്ലല്ലോ. അമ്മച്ചി ഞാനാ പൗലൂസ്. എന്റെ ഈശോയെ, ഇതെന്താ മോനെ ഇത്? നാടകത്തിലെ വേഷം അമ്മച്ചി. അപ്പച്ചിനെ അടിക്കാൻ വരുന്നു. ഒന്ന് സമാധാനപ്പെടുത്തി, ഞാൻ നാടകത്തിൽ പോകത്തില്ല. നിന്റെ അപ്പച്ചന്റെ ഈ സ്ഥിതി കണ്ടോണ്ടാണോ നീ നാടകത്തിൽ അതേ തിരിച്ചത്? അപ്പച്ച, ഈ ഒരു നാടൻ കൂടെ ഉള്ളൂ അപ്പച്ച. നിന്റെ ഒരു നാടകം. എന്നാലും എന്റെ മോനെ ഒരു പേപ്പട്ടിയെ തല്ലുന്ന മാതിരി തന്നെ മനസ്സ് തോന്നി. എടി, ഒരു തിങ്കൾ ചായക്കോ നാഴി അരിക്കോ നിന്റെ അപ്പച്ചന് കടം തരാൻ നാഴിവില്ലടാ മക്കളെ. നിന്റെ അപ്പച്ചന്റെ സ്ഥിതി അതാണാ. നിനക്ക് നാടകം വേണ്ടടാ മക്കളെ, വേണ്ട. നീ എവിടുന്നെങ്കിലും ഉദ്യോഗം ഉണ്ടാക്കി ഈ കുടുംബം രക്ഷിക്കാൻ നോക്കടാ. നിന്നെ ഏഴെ പെങ്ങളെ കെട്ടിച്ചയച്ച അപ്പച്ചനൊരു സമാധാനമായടാ മക്കളോ. അപ്പച്ച സമാധാനമായിരിക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപേക്ഷ അയച്ചിട്ടുണ്ട്.
അപ്പച്ച, ആ മോട്ടോർ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇന്റർവ്യൂവിന് കത്ത് വന്നിരിക്കുന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടെ ചെല്ലണമെന്ന്. എന്റെ പൊന്നു മോനെ, ദൈവം തമ്മിൽ കണ്ണു തുറന്നു കേട്ടോ. നീ ഉടനെ പോയി ഉദ്യോഗത്തിൽ ചേര്. വണ്ടിക്കൂലിക്ക് അപ്പച്ചൻ എവിടെയെങ്കിലും പോയി കടമെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ചേട്ടന്റെ യോഗം കൊള്ളാം. അപ്പന്റെ 2 അടി കിട്ടിയപ്പോഴേക്കും ജോലിക്കുള്ള ഓർഡറും വന്നു. അയ്യോ എന്റെ കർത്താവേ, സാരി പാല് കിട്ടാനുള്ളത് ആ ക്രാവ് കുടിച്ചല്ലോ. എടി വേണ്ട, നീ അപ്പുറത്തേക്ക് ആ ക്രാവിനെ പിടിച്ച് കെട്ടടി. കർത്താവേ, ആ പാലെങ്കിലും കൊടുത്താണ് ഞാൻ കപ്പ മേടിക്കുന്നത്. കാണാം എല്ലാരും തിന്നുന്നത്. മോളെ, നീ എന്തിനാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അന്തോണി ഇല്ലേ അവിടെ? അവനൊരു ഫൂൾ ഡാഡി. അവനോട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ അന്നാമ്മയുടെ ശൃംഗരിച്ചോട് നിൽക്കുന്നു. ഞാൻ അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഈ കിടക്കുന്ന എന്ത് ജോലി തടസ്സപ്പെടുക, നീ എന്നെയും ഗെറ്റ് ഔട്ട് പറയുമല്ലോ. ആ മോളെ, ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് വരട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കണം. ടാറ്റാ. ഒന്ന് നിൽക്കണേ. ഒന്ന് നിൽക്കാൻ. പിന്നെ എന്താ മുതലാളി അകത്തുണ്ടോ? കാര്യം എന്താ? അല്ല, അത് മുതലാളി പറയേണ്ട കാര്യമാണ്. മുതലാളി അകത്തുണ്ടോ? ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിളിക്കാം. അല്ല, ഇത് വീട്ടുവേലക്കാരിയോട് പറയേണ്ട കാര്യമല്ല. ഓഹോ, ഞാൻ വേലക്കാരിയാണല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ ഒക്കും. കാര്യം എന്താ? ഒരു ജോലിയുടെ കാര്യമാണ്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ സഹായിച്ചു തരാം. പക്ഷെ പറയുന്നത് പോലെ കേൾക്കണം. എന്ത് വേണമെങ്കിലും കേൾക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു? ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിക്കും. ആ, കൊള്ളാമല്ലോ. പാട്ടറിയാമോ? ഓ, ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജോലി തീർച്ച. മുതലാളിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇവിടെ മുമ്പ് പാട്ടറിയാവുന്ന ഒരാളായിരുന്നു ജോലിക്ക് നിന്നിരുന്നത്. അയാൾ എങ്ങോട്ട് പോയി? അയാൾ എങ്ങോട്ട് പോയി? ഓൾ ഇന്ത്യ റേഡിയോ ജോലി കിട്ടി. ഈ ജോലി വിട്ടുപോയി. എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചേടതി ഒരിക്കലും മറക്കില്ല. എന്നാലേ സാർ ഒരു പാട്ട് പാടണം. മുതലാളി അകത്തുണ്ട്. പാട്ട് കൊള്ളാമെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സാറിനകത്ത് കൊണ്ടുപോയി ജോലി തരും. ഏത് പാട്ട് പാടണം? നല്ല ഒന്നാം തരം പാട്ടായിരിക്കണം. മനസ്സിൽ തറയ്ക്കണം. അല്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല.